ഒട്ടും റിസ്ക് ഇല്ലാത്തൊരു ബിസിനസ്, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു ബിസിനസ് എന്താണെന്നല്ലേ, തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതാണ് ഫുഡ് ബിസിനസ്. ഫുഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ആക്കിയിട്ടുള്ള ഫുഡല്ല കേട്ടോ, ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ടൈപ്പ് ഫുഡാണ്. അങ്ങനെ ഫസ്റ്റൊക്കെ ഓർഡർ ഇങ്ങോട്ട് കിട്ടുമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും കിട്ടും. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ഫുഡാണ് നമ്മൾ ഉണ്ടാക്കണത്, ചിലപ്പോൾ പൊതിച്ചോറ്, മീൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രീ ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ടൊരു പോസ്റ്റർ അല്ലെങ്കിൽ നോട്ടീസ് അടിച്ചിട്ട് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. മാക്സിമം പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രീ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ കിട്ടും. എങ്ങനെയൊക്കെ നമുക്ക് പബ്ലിസിറ്റി കൊടുക്കാം? ഒന്നാമതായിട്ട് നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലിനൊക്കെ മാക്സിമം അവരുടെ ഗ്രൂപ്പ്സിലും സ്റ്റാറ്റസായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറയാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അതിലൊക്കെ ഷെയർ ചെയ്യാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പബ്ലിസിറ്റി കൊടുക്കാനുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെയുള്ളൊരു കാര്യം, നമ്മൾക്ക് മെയിനായിട്ടും ഈ കോളേജസ്, ഹോസ്റ്റല് അങ്ങനെയുള്ള അതുപോലെ കമ്പനീസ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ലീഡ്സ് ഉണ്ടാക്കാൻ പറ്റും. അവിടത്തേക്കൊക്കെ മാക്സിമം നമ്മുടെ ഈ ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് പേർക്ക് ഹെൽത്തി ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്, വീട്ടിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ വേറൊരു ഓപ്ഷൻ ഇല്ലാതെ ഹോട്ടൽ ഫുഡിനെ ആശ്രയിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളിതുപോലെ ഹോംലി ഫുഡൊക്കെ എത്തിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് മൂന്നാമത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബിസിനസ് വാട്സപ്പ് എടുക്കുക, അതിനുശേഷം അതിലൂടെ ബൂസ്റ്റ് ആഡ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു പരിധിയിൽ വെച്ചിട്ട്, അതായത് നമ്മുടെ ഒരു 10 കിലോമീറ്റർ ലിമിറ്റിൽ വെച്ചിട്ടൊക്കെ നമുക്ക് ബൂസ്റ്റ് ആഡ് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് 140 രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ആ ഒരു ഏരിയയിൽ തന്നെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് എത്തും. നമുക്ക് ഒത്തിരി പ്രീ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ പ്രീ ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞാലും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക, അത് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുക, മാക്സിമം മാർക്കറ്റിംഗ് ചെയ്യുക. ഓഫ്ലൈനായിട്ടും ചെയ്യുക, ഓൺലൈനായിട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല, ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ബിസിനസ്സിൻ്റെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സിലബസും കാര്യങ്ങളൊക്കെ അയച്ചു തരും. എന്നിട്ട് വായിച്ച് നോക്കിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാർ ബിസിനസ് തുടങ്ങുമ്പോൾ അവരുടെ ബിസിനസ്സിന് ഒരു ഫ്രീ പ്രൊമോഷൻ സപ്പോർട്ട് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ.